പ്രിയ സഹോദരരെ, കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചോർത്ത് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന് നന്ദി സ്തുതി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താണ് ജ്ഞാനം, എന്താണ് അറിവ്, എന്താണ് ദർശനങ്ങൾ, ദർശനവരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അത് ചില കമൻറ്റുകൾ വന്നത് ശ്രദ്ധിച്ചു. ചിലർ നേരിട്ട് വിളിച്ച് പറഞ്ഞു അത് കുറച്ച് മനസ്സിലായില്ല, കുറച്ച് ക്ലാസ്സുകൾ നീണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വളരെ വ്യക്തമായിട്ട് ചുരുക്കി പറയുകയാണ്. ഒന്ന്, അതിനെക്കുറിച്ചും രണ്ട്, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ ആഗോള വലിയ യുദ്ധം അത് തന്നെ നമ്മുടെ തൊട്ടുമുമ്പിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ട് വിഷയം, അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ രണ്ടാമത്തെ വിഷയമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു മനുഷ്യന് ദർശനപരം, അത് ദാർശനികത, അത് സ്വർഗ്ഗജ്ഞാനം ലഭിക്കണമെങ്കിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത്, ഒന്നിന് ഒരറിവും ജ്ഞാനവും ബുദ്ധിയും ബോധവും ഒന്നും വേണ്ട. ഒരു ടെക്നോളജി പഠിക്കാനോ തിയോളജി പഠിക്കാനോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ ഒന്നും വേണ്ട. വെറും ആട്ടിടനെ പോലെ. നമുക്കറിയാം, ദാവീദിനെ രാജാവാക്കി മാറ്റിയത് ആട്ടിടനെ പോലെ ആട്ടിടനായിരുന്നു. ആട്ടിടൻ്റെ കൂട്ടത്തിൽ ആടുകളെ മേയിച്ചടന്നപ്പോഴാണ് ദാവീദിനെ വിളിച്ചുകൊണ്ട് രാജാവാക്കി. അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് വല്ല ബുദ്ധിയോ ജ്ഞാനവും ഉണ്ടോ എന്നതുപോലെ ഒരു ബുദ്ധിയും അറിവും ബോധവും ജ്ഞാനവും വിദ്യാഭ്യാസവും സമ്പത്തും അറിവും കഴിവും ഒന്നുമില്ലാത്ത വെറും സാധാരണക്കാരായ മനുഷ്യനെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും ആദ്യം നോക്കുന്ന കർത്താവ് വിശുദ്ധിയുണ്ടോ എന്നാണ്. വിശുദ്ധിയുടെ സ്നേഹവും ജ്ഞാനവും ദൈവസ്നേഹവും ദൈവജ്ഞാനവും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കാനുള്ള കഴിവും ഉണ്ടോ എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസവും ഒരു ജ്ഞാനവും ഇല്ലെങ്കിലും വിശുദ്ധിയും ദൈവവിശ്വാസം ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ, അഥവാ രണ്ടാമത്തെ യോഗ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് രണ്ടാമത്തെ തലം. അതുകൊണ്ടാണ് ജോയൽ പ്രകാശത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഈശോയും പറയുന്നുണ്ട്, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. വൃദ്ധർക്കും ജോയൽ പ്രകാശത്തിൽ പറയുമ്പോൾ എന്താ പറയുന്നത്, ഇത് ശിശുക്കൾക്കും വൃദ്ധർക്കും വെളിപ്പെടുത്തി കൊടുത്തു. അവർ സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെയൊന്നും ഈ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. യോഗ്യതയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ളത് അവർ ദൈവത്തെ കാണും. വിശുദ്ധിയുടെ തലങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ദർശനവരം വരുന്നത്. രണ്ടാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5-ാം തിരുവചനമാണ്. അതല്പം ചിന്തിക്കാനും പഠിക്കാനുള്ളതാണ്. ദാനിയേലായ ഞാൻ നോക്കി, ഇതാ മറ്റു രണ്ടുപേർ, ഒരുവൻ അരുവിയുടെ ഇക്കരെയും അവൻ അക്കരെയും നിൽക്കുന്നു. അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്ന് ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്തുകയും ഇടത്തുകയും ആകാശത്തിനെ ഉയർത്തി, എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിടുന്നു ഞാൻ കേട്ടു, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാവും. അത് ഇതിന് വിശാലമായിട്ട് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. ഒരു ക്ലാസ് ഇന്നെ എടുക്കാനുള്ള അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങളോട് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ക്ലാസ്സിൽ രണ്ട് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ചണവസ്ത്രധാരി, അരുവി എന്ന് പറയുന്നത്, അരുവിയുടെ ഇക്കര എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേൽ ജനവും പിതാവായ ദൈവമാണ്. അരുവിയുടെ അക്കര എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ സഭയുടെ ജ്ഞാനവും ഒക്കെയുള്ള ശുശ്രൂഷ കാലത്ത് നടക്കുന്ന തലമാണ്, ഇപ്പോഴുള്ള അവസ്ഥയാണ്. അതാണ് രണ്ട് അരുവികൾ. അതിലൊന്ന് പിതാവായ ദൈവവും രണ്ട് യേശു ക്രിസ്തു. അപ്പോൾ അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഈ ചണവസ്ത്രധാരി ആരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് നമുക്കറിയാം. ചണവസ്ത്രധാരി നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ആദ്യമായിട്ട് ചണവസ്ത്രം ധരിച്ചത് ശരിക്കും പറഞ്ഞാൽ പർദീസയിലായിരുന്നു. ആദവും ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് ലജ്ജ തോന്നുകയും അവർ അത്തിയിൽ കൂട്ടി ഒരു വസ്ത്രം പോലെ ഉണ്ടാക്കുകയും അതൊരു ചണവസ്ത്രം പോലെ ധരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ചണവസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും, ദൈവത്തിനു വേണ്ടി തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ശൂന്യമായി കാണുകയും വലിയ തപശ്ചര്യകളൊക്കെ ചെയ്ത് ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ ആരോഗ്യത്തെയൊക്കെ കുറച്ച് ആത്മീയതയെ വർദ്ധിപ്പിച്ചെടുക്കുക. ശരീരത്തെ നിന്ദിക്കുകയും തള്ളുകയും ശരീരത്തിൻ്റെ പ്രവണതകളെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ആത്മീയ തലത്തിൽ മാത്രം കാണുക. അതിനായിട്ട് വളരെയേറെ ഉപവാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്തുക. ചിലർക്ക് 30 ദിവസം 40 ദിവസം ഉപവാസം നിൽക്കുന്നത് കാണാം. ചിലർക്ക് 101 ദിവസം വരെ ഭക്ഷണം കഴിക്കാൻ നിന്ന ആൾക്കാർ ഉണ്ടെന്ന് ചില വ്യക്തികളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ചണം പോലെ ആക്കി മാറ്റുക. അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ചണവസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ വലിയ ഉപവാസവും വലിയ പ്രാർത്ഥനകളും വലിയ പരിത്യാഗ പ്രവൃത്തികളും വലിയ ആത്മീയ തലവും മാത്രമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ വന്ന ഒരാളായിരുന്നു
ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ പ്രവാചകൻ അങ്ങനെയായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനയോടെ അന്നത്തെ രാജാക്കന്മാരുടെ ആഡംബരത്തോട് ചേരാതെ സ്വന്തമായിട്ട് അദ്ദേഹം രണ്ടാമത്തെ മുകളിലത്തെ നിലയിൽ കയറി മുട്ടുനിന്ന് പ്രാർത്ഥിക്കുന്നതും ഭക്ഷണ പദാർത്ഥങ്ങൾ രാജാവിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സസ്യ ആഹാരങ്ങളൊക്കെ കഴിച്ച് ആ രീതി ജീവിച്ച ഒരു വ്യക്തി. ഒന്നാമത്തെ ചണവസ്ത്രധാരി. ആദ്യത്തെ ചണവസ്ത്രധാരി ആദമും ഹവ്വയുമായിരുന്നു. അവർ പ്രാർത്ഥനയിലേക്ക് ഉപവാസത്തിലേക്ക് വന്നു. അവിടുന്ന് രണ്ടാമത്തെ ചണവസ്ത്രധാരി ആരായിരുന്നു? നോഹയായിരുന്നു. നോഹ തൻ്റെ ശരീരത്തെ എല്ലാം ഉപേക്ഷിച്ച് മറന്നുകൊണ്ട് അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയൊക്കെ ചെയ്ത് 40 ദിനരാത്രങ്ങൾ മഴ പെയ്തപ്പോൾ ആ പെട്ടകത്തിലായിരുന്നത്. അന്നത്തെ അശുദ്ധിയിലൊന്നും പെടാതെ മാറി നിന്നത്. മൂന്നാമത്തെ ആളായിരുന്നു ലോത്ത്. ലോത്ത് കുറേയേറെ വിശ്വാസം വിശുദ്ധിയുള്ള വ്യക്തിയായിരുന്നു. അവിടുന്ന് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ദാവീദ് രാജാവ് വന്നു. ദാവീദ് പ്രാർത്ഥിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരുപാട് കർത്താവിൻ്റെ വാഗ്ദാന പീഠത്തിന് മുമ്പിൽ പോയി കരഞ്ഞ് ഉപവസിച്ച് തെറ്റ് ചെയ്തതിനെപ്പറ്റി മാപ്പ് പറഞ്ഞ് നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നീട് വരുമ്പം പ്രവാചകന്മാർ. പിന്നീട് ഏറ്റവും വലിയ ചണവസ്ത്രധാരിയെ നമ്മളെ വിശുദ്ധ കാണുന്നത് സ്നാപക യോഹന്നാനായിരുന്നു. യോഹന്നാൻ ഒട്ടകത്തിൻ്റെ തോല് ഉടുക്കുകയും വെട്ടുകളിലും കാട്ടുതേനും ഭക്ഷിച്ചെന്ന് പറഞ്ഞാൽ അത് ചണവസ്ത്രം. ആ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും ചണമാക്കി മാറ്റി, വസ്ത്രം പോലും അങ്ങനെയാക്കി മാറ്റി. നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ ചണവസ്ത്രധാരിയായിരുന്നു സ്നാപകൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ, ദൈവാത്മാവിൻ്റെ ശക്തി കേൾക്കുവാൻ, കാണുവാൻ, ദർശനങ്ങൾ കാണുവാൻ ഏറ്റവും യോഗ്യതയുള്ളതെന്ന് പറഞ്ഞാൽ വലിയ തപശ്ചര്യകൾ, ഉപവാസങ്ങൾ, വലിയ പ്രാർത്ഥനകൾ. ശരീരത്തിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കുന്നത്, എൻ്റെ ശരീരത്തിന് ഞാൻ തന്നെ വില കൽപ്പിക്കാത്ത വിധം ആത്മാവിനെ പ്രചോദിപ്പിക്കുക ആ രീതിക്ക്. പിന്നീട് വന്ന ചണവസ്ത്രധാരിയായിരുന്നു ആര്? യേശുക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച് നദിയിൽ നിന്ന് കയറി പുറത്തു വന്നപ്പോൾ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപസിച്ചു. അപ്പോൾ ശരീരം എന്തായിട്ട് മാറി? ചണവസ്ത്രം പോലെയായിട്ട് മാറി. 40 ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മരുഭൂമിയിൽ തപസ്സും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് കർത്താപിതാവായ ദൈവത്തോട് മാത്രം സംസാരിച്ചു. അവിടുന്ന് പിന്നീട് വന്ന ചണവസ്ത്രധാരികളായിരുന്നു അപ്പസ്തോലന്മാർ. 12 അപ്പസ്തോലന്മാർ. അവരെല്ലാം ചണവസ്ത്രം ധരിച്ച പോലെ ഉപവാസവും പ്രാർത്ഥനയും സുവിശേഷവുമായിട്ടെന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽക്കിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കുകയോ സുഖമായിട്ട് ഉറങ്ങുകയോ ഒന്നും ചെയ്തില്ല. അവിടുന്ന് പിന്നെ വന്നപ്പോൾ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ സഭയിലേക്ക് വന്നു. സഭയ്ക്ക് വരുന്നതിന് മുമ്പ് വലിയൊരു ചണവസ്ത്രം ധരിക്കുന്നുണ്ട്. അതാണ് യോഹന്നാൻ മരുഭൂമിയിൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതു രാജ്യത്തുകൊണ്ട്, വിദേശ രാജ്യത്തുകൊണ്ട് ഉപേക്ഷിക്കുകയും അദ്ദേഹം മരണത്തെ നേരിൽ കാണുകയും മരിക്കാറായ സമയത്ത് അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, കൊടുക്കാൻ വസ്ത്രമില്ല, കിടക്കാൻ വീടില്ല, മരണത്തെ മുന്നേ കാണുന്നു. അങ്ങനെ ദിനരാത്രങ്ങൾ എണ്ണി മരണത്തെ പ്രതീക്ഷയെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരവും മനസ്സും ആത്മാവും ചണവസ്ത്രം ധരിച്ച ഉപവാസം പ്രാർത്ഥിച്ച് എന്നതുപോലെ നിന്നപ്പോഴാണ് അദ്ദേഹം ആരെഴുതിയത്? വെളിപാട് ഗ്രന്ഥം എഴുതിയത്. അപ്പോൾ എന്തുമാത്രം ചണവസ്ത്രം പോലെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കീഴടക്കുന്നുവോ, ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഉപേക്ഷിക്കുന്നുവോ, എത്രമാത്രം ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്നുവോ, എത്രമാത്രം വിശുദ്ധിയും പരിശുദ്ധിയും നിറയുന്നുവോ, എത്രമാത്രം ദൈവാത്മാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ കാഴ്ചപ്പാടുകൾ കൊടുക്കുന്നു, ആ വ്യക്തിയാണ് ചണവസ്ത്രം ധരിച്ചത്. അങ്ങനെയുള്ളവർക്കാണ് ദർശനവരങ്ങൾ വരുന്നത്. ഇത് ഞാനിപ്പോൾ അല്പം കൂടുതൽ പറഞ്ഞു. ആദ്യത്തെ ഞാൻ പറഞ്ഞത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ എല്ലാ നിയമങ്ങളും പാലിക്കും. ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് വിശുദ്ധിയോടെ ജീവിച്ചു വരുന്നു. പക്ഷേ അവർക്ക് വിദ്യാഭ്യാസമോ സമ്പത്തോ ധനമോ ഒന്നും ഉണ്ടാകില്ല. മറ്റൊന്ന് സമ്പത്തും ധനവും പണവും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ആ വ്യക്തി ദർശനവരത്തിന് വേണ്ടി, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചണവസ്ത്രധാരിയെ പോലെ ആയി മാറും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ അതേ ആശയം അതേ ചണവസ്ത്രം നമ്മുടെ ഇന്നത്തെ സഭയിൽ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ധരിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഇന്ന് കേരളത്തിൽ താമസിക്കുന്ന, കത്തോലിക്ക സഭയിൽ താമസിക്കുന്ന ആർക്കെങ്കിലും ദർശനപരങ്ങളോ വ്യാഖ്യാനപരങ്ങളോ വലിയ അത്ഭുതങ്ങളോ പ്രവചനപരങ്ങളോ പ്രബോധനപരങ്ങളോ സ്വർഗജ്ഞാനമോ സന്ദേശമോ ദൈവ സന്ദേശമോ ഒക്കെ ലഭിക്കണമെങ്കിൽ നമുക്കറിയാം വിശുദ്ധ പൗലോസിനൊക്കെ എത്രമാത്രം, ജെന്നിഫർ, അങ്ങനെ കുറേയേറെ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. മരിച്ചുപോയ പലരും ശരീരം അഴുകാതിപ്പോയിരിക്കുന്ന കൊച്ചുരഹസ്യ, അങ്ങനെ ഒരുപാട് സെൻറ്റ് വിൻസെൻ്റ് ഗോവയിലെ വിശുദ്ധൻ്റെ ശരീരമൊക്കെ ഇന്നും അഴുകാതിരിക്കുന്നു. അതൊക്കെ ചണവസ്ത്രം പോലെ തൻ്റെ ശരീരത്തെ സൂക്ഷിച്ചവരാണ്. ശരീരത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവാത്മാവിന് പ്രാധാന്യം കൊടുത്ത്, ദൈവജനത്തെ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധിയോടെ ജീവിച്ചവരാണ്. അവരുടെ ശരീരം ഇന്നും അഴുകാതിരിക്കുന്നു. എന്നതുപോലെ ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്തോട് ചേരാതെ
അതിൻ്റെ ഭാഷ പറഞ്ഞ് സിനിമ കാണാതെ, സീരിയൽ കാണാതെ, അത് കാണാതെ, ഇത് കാണാതെ, അത് കേൾക്കാതെ, ഇത് കേൾക്കാതെ, സിനിമാ പാട്ട് പോലും കേൾക്കാതെ, ഇന്നത്തെ ആഡംബരം നിറഞ്ഞ വിവാഹത്തിൽ പോലും സംബന്ധിക്കാതെ, പന്തൽ പെരുന്നാളിലും ചെണ്ടമേളങ്ങളിലും കാണാതെ, ഓണം ആഘോഷിക്കാതെ, തൃശ്ശൂർ പൂരം കാണാതെ, വെടിക്കെട്ടുകളിൽ കാണാതെ, കുട്ടികളുടെ ആണേലും വേദപാഠത്തിൻ്റെയൊക്കെ കലാപരിപാടി നടക്കുമ്പോൾ നൃത്തനൃത്യങ്ങൾ കാണാതെ ഇതിൽ നിന്ന് ഓടി മാറുന്നവൻ ചണവസ്ത്രധാരിയാണ്. അവൻ ആത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞവനാണ്. അത്തരം കാര്യങ്ങളെ വെറുക്കുകയും ഉപേക്ഷിക്കുകയും മാറ്റിവെക്കുകയും ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തെ ആത്മാവിന് കൊടുക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ വേദനകളോ, മറ്റുള്ളവരുടെ രോഗികളുടെ വാർത്തനാദങ്ങളോ, കഷ്ടപ്പെടുന്നവരുടെ ദുഃഖത്തെക്കുറിച്ചുള്ള ഓർമ്മകളോ, അവർക്ക് വേണ്ടി മുട്ടെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ചണവസ്ത്രം പോലെയുള്ള വിശുദ്ധിയുടെ തലങ്ങളിൽ കൂടെ പ്രവേശിക്കുന്ന വ്യക്തികൾക്കാണ് ഇന്ന് കർത്താവ് ദർശനവരങ്ങൾ നൽകുന്നത്. അത് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന വെച്ചാൽ ഒരുപാട് നീട്ടി പറഞ്ഞതിൽ അർത്ഥമില്ല എന്ന് ചിലർ പറഞ്ഞതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നു, എന്താണ് സത്യങ്ങൾ എന്നറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവരത്ര തീർച്ചയായിട്ടും സംസാരിച്ച് അവരുടെ സംസാരത്തെ ഞാൻ മാനിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക യോഗ്യതയുമില്ലാതെ വെറും സാധാരണക്കാരായ മനുഷ്യർ കൂടെ കർത്താവ് വിശ്വാസത്തിലും വിശുദ്ധിയിലും സത്യസന്ധയിലും നീതിബോധത്തിലുമുള്ള സാധാരണ മനുഷ്യർ, ഇതിനെ ആർജിച്ചെടുക്കുന്നവർ, ഉപവസിച്ചും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ശരീരത്തെ ചണവസ്ത്രം പോലെ ആക്കിയും വലിയ തപശ്ചര്യകളെ കൊണ്ട് നേടിയെടുക്കുന്ന ആ ദർശനവരങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് ചണവസ്ത്രധാരി എന്ന് പറഞ്ഞാൽ വലിയ ഉപവാസങ്ങളും തപസ്സുകളും പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പരിപാടികളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തീഷ്ണതയും തൻ്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ചു കൊടുക്കുന്നതും തൻ്റെ വീടോ വാഹനമോ സമ്പത്തോ ഒന്നും നമ്മൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്കായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയെ ചണവസ്ത്രധാരി എന്ന് കർത്താവ് ഇന്ന് അർത്ഥമാകുന്നു. ഇനി അത് വായിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ദാനിയേലായി ഞാൻ നോക്കിയതാ മറ്റ് 2 പേർ, ഒരുവൻ അരുവിയുടെ ഇക്കരയും അവൻ അക്കരയും നിൽക്കുന്നു. അരുവിയെന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇസ്രായേൽ ജനവും ഒന്ന് ഇന്നത്തെ ഭാഷയിൽ കത്തോലിക്ക സഭയുമാണ്. അതിൻ്റെ യഥാർത്ഥം അരുവിയെന്ന് ഉദ്ദേശിക്കുന്നത് നിത്യജീവൻ്റെ നീർച്ചാല്, ജീവജലത്തിൻ്റെ അരുവികൾ ആദ്യം ഒഴുകുന്നത് ഇസ്രായേൽ ജനത്തിലേക്കാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തേന് എന്ന് പറയുന്നത് കൂദാശകൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, പാല് എന്ന് പറയുന്നത് നിർമ്മല സ്നേഹം, നൈർമല്യമുള്ള സ്നേഹവും, കൂദാശകൾ അഥവാ ഇന്നത്തെ ഭാഷ കൂദാശ, അന്നത്തെ ഭാഷയിൽ ആരാധനകൾ, ആരാധനകളും തപ്പുകുട്ടിയും കിന്നരം വീട്ടിയും ഒക്കെ അവർ ആരാധിച്ചിരുന്നു. അതാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. ആ കാനാൻ ദേശമായിരുന്നു ഇസ്രായേൽ ജനം. ആ ഇസ്രായേൽ ജനമായിരുന്നു ആദ്യത്തെ അരുവി. രണ്ടാമത്തെ അരുവി ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള നിത്യജീവൻ്റെ നീർച്ചാലാകുന്ന തിരുവചനങ്ങൾ. ആ യേശുവിൻ്റെ തിരുവചനങ്ങളെല്ലാം നീർച്ചാലായിരുന്നു, അരുവിയായിരുന്നു. രണ്ടാമത്തെ അരുവിയാണ് ഇന്നത്തെ കത്തോലിക്ക സഭ. നമ്മൾ സഭയാകുന്ന അരുവിയുടെ അതിൻ്റെ അറ്റത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഒന്ന് ചണവസ്ത്രധാരിയായ ഈ 2 ചണവസ്ത്രധാരികളായ ആളുകളും, അതായത് പിതാവായ ദൈവത്തിന് സന്ദേശം ലഭിച്ച പ്രവാചകന്മാരും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഈശോ പറഞ്ഞു തന്ന അരുവിയുടെ ഇക്കരെ നിന്ന് യേശുവും നമുക്ക് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും, ആകാശത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തി ഈശോയും പറഞ്ഞു അല്ലേ. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞു ഇത് ഇന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. പിതാവായ ദൈവം ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് എഴുതി വെച്ചു. ഏത് കാലഘട്ടത്തിൽ? യുഗാന്തം വരെ എന്നെ ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. ഈ സംഭവങ്ങൾ നടക്കുന്നത് ഭാവിയെ സംബന്ധിക്കുന്നതാണ്, അത് അവസാന അന്തിമ ദിനമാണ് എന്നൊക്കെ കർത്താവ് പറഞ്ഞത് ദാനിയേൽ എഴുതി വെച്ചു. അതിനുശേഷം പിതാവായ ദൈവത്തിൻ്റെ ശരീരം എടുത്ത് ഈശോ ഭൂമിയിലേക്ക് വന്ന് സുവിശേഷത്തിൽ കൂടെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ കാര്യങ്ങൾ അന്ന് സൂര്യനാസ്തമയ്ക്കും ഇതെല്ലാം പറഞ്ഞില്ലേ കർത്താവ്. ഈശോ പറഞ്ഞില്ലേ ചന്ദ്രൻ രക്തമായി മാറും, സൂര്യൻ അന്ധകാരത്തിൽ ആണ്ടുപോകും, അപ്പോൾ മനുഷ്യപുത്രൻ മിന്നൽ പോലെ ആയിരിക്കും മനുഷ്യപുത്രനാകുമെന്ന് ഈശോയും പറഞ്ഞു. യുഗാന്ത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇവയെല്ലാം സമയം യുഗാന്ത്യം വരെ എന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് ആ അരുവിയെക്കുറിച്ച്, ആ അരുവിയുടെ സഭയാകുന്ന അരുവിയിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു. അതിൻ്റെ ബാക്കി പറഞ്ഞു വെച്ചതാണ് യോഹന്നാൻ വെളിപാട് ഗ്രന്ഥത്തിൽ. അപ്പോൾ ഇതെല്ലാം ചണവസ്ത്രധാരികൾ, വലിയ തപശ്ചര്യകൾ, പ്രാർത്ഥനയുള്ളവർ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ദർശനവരത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് നീട്ടാതെ, എന്നാൽ അതിൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് ദർശനവരങ്ങൾ, സ്വർഗ്ഗജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ആധുനിക ലോകത്തിലെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാറുണ്ട്, ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ബൈബിൾ വിശുദ്ധഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് പിന്നെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? അത് കർത്താവിൻ്റെ സുവിശേഷം, സനാതന സുവിശേഷം ലോകത്ത്
കൊടുക്കാനുള്ളൊരു ഉപകരണം മാത്രമായിട്ട് കാണുകയും അത് നിശ്ചിത കാലഘട്ടം വരുമ്പോൾ അതിനെ ഉപേക്ഷിച്ച് മാറ്റുകയും ചെയ്യും. കാരണം അതുപോലും ഉപയോഗിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം, അന്നത്തെ ജനവസ്ത്രധാരികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു. അന്നത്തെ ജനവസ്ത്രധാരികളുടെ മുമ്പിൽ കറണ്ടില്ലായിരുന്നു, മൊബൈൽ ഫോണില്ലായിരുന്നു, പത്രമാസികളില്ലായിരുന്നു, പിന്നെ ടെലിവിഷനില്ലായിരുന്നു, ഈ കാണുന്ന സംവിധാനം അന്നില്ലായിരുന്നു, നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ജനവസ്ത്രധാരികൾക്കാണ്, അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ സന്ദേശം കൂടുതൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആധുനിക ലോകത്ത് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സന്ദേശങ്ങൾ കുറയും, സ്വർഗ്ഗജ്ഞാനം കുറയും. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ ആത്മജ്ഞാനം നിറയുകയും നമുക്ക് ദർശനവരങ്ങൾ കിട്ടുകയും ആ കർത്താവിൻ്റെ സ്വർഗ്ഗജ്ഞാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകളും ധ്യാനങ്ങളും നമ്മൾ രൂപീകരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കും. ഇനി ഇതോടനുബന്ധിച്ച് നിങ്ങൾ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ എറണാകുളത്ത് ഇങ്ങനെ ഒരു ധ്യാനം നടക്കുന്ന വരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുവാനുള്ള ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കൂടെ ഒരുക്കിക്കൊണ്ട് വരികയാണ് ഇറാൻ എന്ന് നമ്മൾ വാർത്തയിൽ കൂടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവം നടന്നാൽ അത് നമ്മൾ വിചാരിക്കുന്ന തലത്തിലല്ല ആഗോള യുദ്ധം, അതിൻ്റെ മൂന്നാം ലോക മഹായുദ്ധം അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ പ്രവേശിക്കാൻ നിമിഷ നേരങ്ങൾ മതി. കാരണം അത് ആണവ ബോംബിൻ്റെ സ്ഫോടനത്തിന് കാരണമാകും, വലിയ യുദ്ധങ്ങൾ ഇങ്ങോട്ടും വരും. അപ്പോൾ പെട്ടെന്ന് വിമാന സർവീസുകൾ നിന്ന് പോകും, വലിയ ദുരന്തങ്ങൾ. അത് ഈ ചണവസ്ത്രധാരി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയാത്. അതിൻ്റെ കാരണം രണ്ട് തലത്തിലാണ് വന്നിരിക്കുന്നത്. ഒന്ന്, ദാനിയേൽ 12:7 അത് സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും എന്ന് പറഞ്ഞാൽ പടിപടിയായി സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പടിപടിയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗൾഫ് പാലസ്തീൻ്റെ പ്രശ്നം വന്നു, അത് യുദ്ധം അതിൻ്റെ സ്റ്റെപ്പിലേക്ക് കയറി, അതിനുശേഷം അത് സിറിയയിലേക്കും ലെബനിലേക്കും മാറി, അതിനുശേഷം അത് ഇറാനിലേക്ക് വന്നു, ആ ഇറാനിലേക്ക് വന്നിട്ട് അത് അതിൻ്റെ ഘട്ടത്തിലേക്ക് കയറി, അങ്ങനെ പടിപടിയായി നിവൃത്തീകരിച്ച് സംഭവങ്ങൾ അടുത്തു വരികയാണ്. എന്തിനാണ് ഇതെല്ലാം അടുത്തു വരുന്നത്? ഒരു വലിയ മൂന്നാം ലോക മഹായുദ്ധം. അന്ന് ഈ 2800 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേൽ പ്രവാചകന് പിതാവായ ദൈവം അറിയിച്ച രഹസ്യങ്ങൾ, ആ സംഭവങ്ങൾ അതിൻ്റെ പൂർണ്ണാവസ്ഥ 2500-3000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ കാണുകയാണ്. ആ സംഭവം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അന്ന് ദാനിയേൽ പ്രവാചകനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ആ യന്ത്രങ്ങളും എല്ലാം നിർമ്മിക്കപ്പെട്ട ഒരു പശ്ചാത്തലമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ വലിയ യുദ്ധം നടക്കാൻ വലിയ താമസമില്ലാത്ത രീതിയിൽ ഒരു വലിയ ആഗോള മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് ലോകം മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്നെ പിന്തിരിഞ്ഞാൽ ആരും പിന്തിരിക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതെ ആവുകയോ ചെയ്യില്ല. കാരണം അതിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. ലോകം അതിൻ്റെ അതിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എറണാകുളത്തെ ധ്യാനത്തെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് വീണ്ടും ആളുകൾ വേഗം വന്ന് കൂടുന്നവർക്ക് പെട്ടെന്നൊരു ഒരുക്കത്തിന് സാധ്യതയുണ്ട്. അല്ലാതെ ഇനി പെട്ടെന്ന് ഒരുങ്ങാൻ മറ്റ് സംവിധാനം ഉണ്ടാകും, ആരെങ്കിലുമൊക്കെ അറിയിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് പോഷത്വമായിരിക്കും നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഇറാനുമായിട്ടുള്ള പ്രശ്നം, ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം, അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ ദുരന്തത്തിലേക്ക് മാറുകയുള്ളൂ. പെട്ടെന്ന് അതിൻ്റെ തിക്തഫലങ്ങൾ ലോകത്ത് വരും. അപ്പോൾ ദാനിയേൽ പ്രവാചകനായ ആ പ്രവാചകനോട്, ആ ദാനിയേൽ പ്രവാചകൻ ചണവസ്ത്രധാരിയായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്ന കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ 2000-3000 വർഷങ്ങൾക്ക് ശേഷം ആ യുഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തപ്പെട്ട കാലഘട്ടത്തിൽ ആണ് ദാനിയേൽ പ്രവാചകൻ വന്നിരിക്കുന്നതെങ്കിൽ ആ കാലഘട്ടം എത്തി. അത് പടിപടിയായി സംഭവിക്കുക, തൊട്ടുമ്പിലാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ വേഗം ബുക്ക് ചെയ്യുകയും പെട്ടെന്നൊന്ന് ധ്യാനം കൂടി ഒരുങ്ങുകയും ചെയ്യാം. കാരണം നമ്മുടെ സഭയിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നുള്ളതിൻ്റെ ക്ലാസ്, ഇന്ന് ഒരു ധ്യാനം കൂടിയ ഒരു വ്യക്തി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ധ്യാനം കൂടിയ വ്യക്തി, നമ്മുടെ ക്ലാസ്സല്ല, ധ്യാനമല്ല, മറ്റൊരു ധ്യാനം കേരളത്തിൽ കൂടിയ ഒരു സഹോദരൻ പറയുണ്ടായി. ബദൽ പറഞ്ഞ ഒരു കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ പ്രമുഖമായ ഒരു ധ്യാന സെൻ്ററാണ്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ഈ കാര്യങ്ങളെപ്പോൾ മറുപടി ഉണ്ടോ, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ, ഈശോയുടെ വരവിൻ്റെ കാലഘട്ടമായി നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല എന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. അപ്പോൾ ആ സഹോദരനെ വീണ്ടും ഞാൻ എളിയദാസിൻ്റെ ധ്യാന ക്ലാസ്സിലേക്ക് വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വരാൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈശോയുടെ വരവിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന കേരള സഭയിലെ ധ്യാനത്തിൻ്റെ ഒരുക്കം പോലെയൊന്നുമല്ല. അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്താണ് കിടക്കുന്നത്. അവിടെ ജ്ഞാനത്തിൻ്റെ തികവ് നമുക്ക് ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നമുക്ക് ആവശ്യമാണ്, സ്വർഗ്ഗജ്ഞാനം നമുക്ക് ആവശ്യമാണ്. സ്വർഗം ഉണ്ടോ ഇല്ലയോ, അതെവിടെയാണ്, പാതാളം യാഥാർത്ഥ്യമാണോ, അത് സാങ്കല്പികമാണോ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയമായും അതിൻ്റെ എല്ലാ വിധത്തിലും ഒരു ഭൂമിയിൽ മനുഷ്യന് എന്തെല്ലാം അറിവുകളുണ്ടോ
ആ അറിവിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതാണ്. ഒരുങ്ങേണ്ട വിധവും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കാര്യമാണ് എനിക്ക് ഊന്നി പറയാനുള്ളത്. ഒന്ന്, എന്താണ് ദർശനവരം, എങ്ങനെയുള്ളവർക്കാണ് ദർശനവരം കിട്ടുക. 2, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. 2, അതോടനുബന്ധിച്ച് തന്നെ ഈ ചണവസ്ത്രധാരിയായ ദാനിയേൽ അറിയിച്ച കാലഘട്ടം നമ്മുടെ മുമ്പിലെത്തി. ആഗോള യുദ്ധം അതിൻ്റെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലാണ് ഉള്ളത്. അത് തൊട്ടടുത്താണ്. വളരെ പെട്ടെന്ന് ഇത് സംഭവിക്കും. അതിനാൽ അതിൻ്റെ ഒരുക്കം, അതിനായിട്ട് 28-ാം തീയതി, ഈ മാസം 28-ാം തീയതി എറണാകുളം നെടുമ്പാശ്ശേരി നടക്കുന്ന ധ്യാനത്തിനായിട്ട് എത്രയും പെട്ടെന്ന് പേരുകൾ ബുക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് വന്ന് ധ്യാനം കൂടി വിശുദ്ധി പ്രാപിക്കുക. കാരണം ഒരു 4 മാസമോ 5 മാസമോ ഇനി മുന്നോട്ട് പോയാൽ ഈ ക്ലാസ്സുകളും ധ്യാനങ്ങളും ഒക്കെ നിന്നു പോകും. ഒന്നും ഉണ്ടാവില്ല. വലിയ യുദ്ധം അതിൻ്റെ തലങ്ങളിലേക്ക് മാറും. അപ്പോൾ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വരും. നമ്മൾ പെട്ടെന്ന് വിചാരിക്കാത്തത്ര അടുത്ത് പ്രശ്നങ്ങൾ കലുഷിതമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. വളരെ ജ്ഞാനത്തോടെ, വളരെ വിവേകത്തോടെ, വളരെ വിശുദ്ധിയോടെ, വളരെ ആത്മജ്ഞാനത്തോടെ, ആത്മനിറവോടെ, നമ്മൾ കണ്ണിൽ കാണുന്ന രീതിയിലല്ല അനുഭവങ്ങൾ, കാര്യങ്ങൾ വരാൻ പോകുന്നത്. ദുരന്തങ്ങളിൽ കൂടിയേ ഇനി ലോകത്തിലേക്ക് പ്രശ്നങ്ങൾ വരികയുള്ളൂ. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ അനുഭവിച്ച് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ധ്യാന ക്ലാസ്സിലൂടെ, ഈ എളിയദാസൻ്റെ ധ്യാന ക്ലാസ്സിലൂടെ വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങുന്നവർക്ക് കർത്താവ് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നതാണ്. അതിൻ്റെ വചനങ്ങളൊക്കെയും പ്രാർത്ഥനകളൊക്കെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ തലത്തെക്കുറിച്ച് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ധ്യാന ക്ലാസ്സിനെ പറ്റി മനസ്സിലാക്കുക. അതിനായി നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ അടുത്ത ദിവസത്തെ ധ്യാന ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏതൊക്കെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ശരിയായ പ്രാർത്ഥന, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ പഠനമനുസരിച്ചുള്ള പ്രാർത്ഥനകൾ മതിയോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് മാറണമോ, കൂടുതൽ തീക്ഷ്ണതയും ജ്വലനയും നമുക്ക് ആവശ്യമുണ്ടോ, അതോ ഇപ്പോൾ നമ്മൾ പോകുന്നു അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പോയാൽ മതിയോ, തുടങ്ങിയ എല്ലാ വിഷയത്തെക്കുറിച്ചും ഒരു രീതിയിലുള്ള പ്രത്യേക രീതി ക്ലാസ്സിൽ കൊടുത്തന്ന് ഒരു പ്രാർത്ഥനയുടെ ഒരുക്കത്തിനായിട്ട് നിങ്ങളെ അടുത്ത എൻ്റെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളെ ഒരുക്കുന്നതായിരിക്കും. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ പ്രാർത്ഥനയുടെ വീഡിയോ ചില ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്യാമോ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും അങ്ങനെ ഊന്നി പറഞ്ഞത്. അതിനായിട്ട് നിങ്ങളെ അടുത്ത ധ്യാന ക്ലാസ് അടുത്ത ദിവസം 2 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ നിങ്ങളെ പ്രാർത്ഥനയുടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിന് ആ സമയം അത്രയും നമ്മളെ എത്തുന്നതിന് വേണ്ടിയും ഈ നിമിഷം ഈ കേട്ട വചനങ്ങൾ ഓർത്ത് നമുക്കൊക്കെ ഞാൻ പറയുന്നത് എല്ലാവർക്കും ദർശനവരങ്ങൾ വേണം. അല്ലാതെ 1-2 പേർക്ക് മാത്രം കിട്ടേണ്ട കാര്യമല്ല. കർത്താവ് എല്ലാവർക്കും കൊടുക്കാൻ കർത്താവ് സന്നദ്ധമാണ്. അങ്ങനെ പ്രത്യേക രീതിയിൽ ചണവസ്ത്രം ഉടുത്ത് എന്ന് പറഞ്ഞാൽ ചണവസ്ത്രം ഉടുക്കാതെ അങ്ങനെ ഒരു ചണം കൊണ്ടുള്ളൊരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രത്യേക പരിഹാര പ്രവൃത്തിക്കും പാപപരിഹാര പ്രവൃത്തികൾക്കും മറ്റുള്ളവർക്കായിട്ട് അനേകം നന്മകൾ ചെയ്യുന്നതിന് വേണ്ടിയും അതിന് ഉപവാസം നിൽക്കുകയും എന്തെല്ലാം കാര്യങ്ങൾ യേശുവിനോട് ഉപേക്ഷിക്കാൻ പറ്റും അതെല്ലാം ഉപേക്ഷിക്കുകയും എന്തെല്ലാം കാര്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഉദാഹരണം നമ്മുടെ തൊട്ടടുത്തൊരു വിവാഹം നടക്കുക. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വിവാഹം നടക്കുന്നു. തൊട്ടടുത്താണ്. അപ്പോൾ അയൽപക്ക ബന്ധമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട്. അവിടെ വലിയ പാട്ടും കൂത്താണ്. നമ്മൾ രഹസ്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കണം. അവിടെ വിവാഹത്തിൻ്റെ തലേദിവസം വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു, വലിയ പാട്ടും കൂത്തും ഒക്കെ ഉണ്ടോ നമ്മൾ ചോദിച്ച് അന്വേഷിച്ചറിയണം. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാവും ഇന്ന പോലെ പ്രോഗ്രാം ഉണ്ട്, വലിയ പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ ചണവസ്ത്രധാരിയാണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ചണവസ്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഉപവാസത്തിനും പ്രാർത്ഥനയും നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നമ്മൾ അത്തരം ഈ പാട്ടിൻ്റെയും നൃത്തത്തിൻ്റെയും പരിപാടികളിലേക്ക് പോവുകയില്ല. ആ ദിവസം നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. അതാണ് നമ്മുടെ വിവേകം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് മനുഷ്യർ ഒഴിഞ്ഞു മാറുന്നോ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെ ആഡംബരവും അതിൻ്റെ പ്രൗഢിയും സമ്പത്തും പരിപാടിയും കാര്യങ്ങളും അത് ഒഴിഞ്ഞു മാറി അതെല്ലാം വേണ്ടാന്ന് വെച്ച് അല്പം സഹനവും അല്പം ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുത്ത് വിശുദ്ധി വർദ്ധിപ്പിച്ച് വചനത്തെ മാത്രം ആശ്രയിക്കുന്നവർക്കാണ് കർത്താവ് ഇതുപോലെയുള്ള ദർശനവരങ്ങൾ, സ്വർഗ്ഗജ്ഞാനങ്ങൾ ഒക്കെ നൽകുന്നത്. അത് ഒന്നുകൂടെ തീക്ഷ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുള്ളൂ. കാരണം നമ്മൾ എവിടെ നിന്നൊക്കെ മാറി നിൽക്കണമോ അവിടെ നിന്നൊക്കെ മാറി നിൽക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കും. അപ്പം നമ്മൾ ആ രീതിയിലൊക്കെ മാറിയിരിക്കണം. അതിനായിട്ട് നമ്മെ ഓരോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ എല്ലാ വചനത്തിൻ്റെയും ജ്ഞാനവും സമൃദ്ധിയും നമുക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പാലിച്ചാൽ വെളിപാട് 3:10 കർത്താവ് പറഞ്ഞത് സകല ഉപവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ സംരക്ഷിക്കും. എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് സുവിശേഷം മുതൽ എല്ലാം യേശുവിൻ്റെ വചനങ്ങളെല്ലാം പരിപൂർണമായിട്ട് പാലിക്കുന്നതാണ് ഈശോയുടെ സംരക്ഷണം കിട്ടാനുള്ള ഒരു മാർഗം. ആ യേശുവിൻ്റെ വചനങ്ങളെല്ലാം പാലിക്കുന്ന നമുക്ക്
വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അതൊരു ചണവസ്ത്രധാരിയുടെ മോഡലിലേക്ക് നാം വളരും. അപ്പോൾ കർത്താവിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടും. സർവ്വസ്വനായ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.